കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി. അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവന് മറിഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴെ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പകഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക. പിശാച് നിന്റെ മക്കളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിലേക്ക് പോയി. കുട്ടി കട്ടിൽ കിടക്കുന്നത് അവൾ കണ്ടു. പിശാച് അവളെ വിട്ടുപോയിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരത്തിന് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരുപക്ഷെ ഇന്നത്തെ ഈ രണ്ട് ഭാഗങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് മനോഭാവത്തിലുള്ള രണ്ട് വ്യക്തികൾ, അത് സോളമൻ രാജാവിനെ നോക്കുമ്പോഴും ഈ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ പരിശോധിക്കുമ്പോഴും വിശ്വാസത്തിൻ്റെ ഒരു പശ്ചാത്തലം രണ്ടു പേർക്കുണ്ടായിരുന്നു. പക്ഷേ ആദ്യവായനകൾ വായിച്ചു കേൾക്കുമ്പോൾ ആ രാജാവ് തൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ അത്രത്തോളം ആഴപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ടായിട്ടും പക്ഷേ ഒരു കോംപ്രമൈസോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് ആ വിശ്വാസത്തിൽ പോകാൻ താല്പര്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ തനിക്ക് പകർന്നു തന്ന ഒരു വിശ്വാസത്തിൽ ആഴമായിട്ട് നിലകൊള്ളാൻ വേണ്ടി ആ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം കൊണ്ട് പലപ്പോഴും പരിശ്രമിക്കുന്നില്ല. പക്ഷേ പുതിയ ദൈവ വായനയിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്ത്രീയെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പരിചയപ്പെടുമ്പോൾ അത്രമേൽ വിശ്വാസത്തിൽ ക്ഷയിച്ചിരുന്നിട്ട് പോലും, അല്ലെങ്കിൽ ആ ഒരു നഗരം തന്നെ പറയുമ്പോൾ ഒരു വിജാതി നഗരമാണ്. ആ ഒരു സ്ത്രീയുടെ വംശം പലപ്പോഴും ചരിത്രപരമായിട്ട് പരിശോധിക്കുമ്പോൾ ഒരു വിഗ്രഹാരാധനയുടെ നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ജനങ്ങൾ ഒന്നടങ്കം യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയാതെ ആ ഒരു വിഗ്രഹാരാധനയ്ക്ക് പലപ്പോഴും ആ ഒരു ജീവിതം കൊണ്ട് മുന്നോട്ട് പോയ ഒരു ഇടവേളയിൽ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു സ്ത്രീ ജീവിക്കുക. എന്നിരുന്നിട്ട് പോലും തൻ്റെ മകൾക്ക് വേണ്ടി ആ ഒരു വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഈശ്വരൻ്റെ അടുക്ക് വരുമ്പോഴും ആ ഒരു വാക്ക് കേൾക്കുമ്പോഴും ഒരിക്കൽ പോലും ആ ഒരു വിശ്വാസത്തിൽ ഈ സ്ത്രീ ഒരിക്കൽ പോലും കുലുങ്ങുന്നില്ല. അവിടെ വിശ്വാസം ഏറ്റുപറയാനും ആ ഒരു മകൾക്ക് വേണ്ടി ആ ഒരു വിശ്വാസത്തിൻ്റെ പൂർണ്ണ സൗഖ്യം ഏറ്റെടുക്കാനും ഈ ഒരു അമ്മ തയ്യാറാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തകൻ്റെ ആ ഒരു ഭംഗിയായിട്ടുള്ള വാക്യം, ആ ഒരു വചനം ആവർത്തിച്ച് പറയുന്നത്, കർത്താവേ, അവിടുത്തെ ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ അവസരങ്ങളിൽ നമ്മുടെ പശ്ചാത്തലം പലപ്പോഴും പരിശോധിക്കുമ്പോഴും വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള സാഹചര്യം ഇല്ലാതിരുന്നിട്ട് പോലും നമ്മൾ തിരിച്ചറിയേണ്ടത് എത്രത്തോളം എനിക്ക് ഈ വിശ്വാസത്തിൽ ആഴപ്പെടാൻ പറ്റും. കാരണം സോളമൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അത്രമേൽ സാഹചര്യങ്ങൾ ആ ഒരു രീതിയിലായിരുന്നെങ്കിൽ പോലും വിശ്വാസത്തിൽ ക്ഷയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പല വെല്ലുവിളികൾ കടന്നു വരുമ്പോഴും ആ വെല്ലുവിളികൾക്കെതിരെ പോകാതെ പലപ്പോഴും കോംപ്രമൈസുകൾ അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നടത്തുന്നുണ്ട്. യഥാർത്ഥ ദൈവത്തെ ആരാധിക്കാനോ ആ ഒരു ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാനോ ഒരിക്കൽ പോലും തൻ്റെ ജീവിതം കൊണ്ട് പറ്റുന്നില്ല. കാരണം ആ ഒരു രാജാക്കന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ബുക്ക് നമ്മൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു വിശ്വാസ ജീവിതം മുന്നോട്ട് പോകുന്നത്. ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തിന് വേണ്ടി ദേവാലയം പണിയുന്നതും ആ ഒരു വിശ്വാസത്തിൽ പല കാര്യങ്ങളും ചെയ്തു പോകും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗം വരുമ്പോൾ ഈ ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ തയ്യാറാവാൻ, അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ വിശ്വാസ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ആ ഒരു മനുഷ്യൻ തയ്യാറാവുന്നുണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ ഈ സീറോ ഫിനീഷ്യൻ വംശജയായ ഒരു സ്ത്രീ ഒരിക്കൽ പോലും ഒരു വിട്ടുവീഴ്ചയും നൽകാതെ വിശ്വാസത്തിൽ അത്രത്തോളം ആഴപ്പെട്ടുകൊണ്ട് വിശ്വാസത്തെ തമ്പുരാന് മുമ്പിൽ ഏറ്റുപറയും നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തെ തേടി പിടിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് കടന്നു വരുവാനും ആ ഒരു അതിർത്തി വരമ്പുകളെല്ലാം പൊട്ടിച്ച്, കാരണം
ആ ഒരു വിജാതിയായ ഒരു സ്ത്രീ തമ്പുരാൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോഴും ഈശോ ആ ഒരു സ്ത്രീയെ ഗമനിക്കുന്നില്ല. പക്ഷേ വിശ്വാസം അളന്ന മാത്രയിൽ ആ ഒരു സ്ത്രീയുടെ ആ ഒരു സൗഖ്യം, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം അത്രത്തോളം വിദൂരതയിൽ നിന്നുകൊണ്ട് തമ്പുരാൻ നടത്തി കൊടുക്കുന്നുണ്ട്. ഉള്ളവർ തിരിച്ചറിയേണ്ടത്, നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴും എത്രത്തോളം എൻ്റെ ചുറ്റിലുമുള്ള ഓരോ വ്യക്തികളെയും ഈ വിശ്വാസത്തിലേക്ക് ഉയർത്താൻ നമുക്ക് പറ്റുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഒപ്പം നമ്മുടെ ആഴമുള്ള വിശ്വാസം അത് ജീവിതത്തിൽ എത്രത്തോളം ഏറ്റുപറയാൻ. കാരണം പലപ്പോഴും ഈ ഒരു വിശ്വാസ ജീവിതത്തെ പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം വർഷം മാമോദീസ മുങ്ങി എന്നുള്ള കാര്യം പറയുമ്പോഴും എത്രത്തോളം ഒരു വിശ്വാസത്തിൽ ഞാൻ ആഴപ്പെട്ടു, അല്ലെങ്കിൽ വിശ്വാസപരമായിട്ട് എത്രത്തോളം ഞാൻ വളർന്നു എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും പരിശോധിക്കാം. കാരണം 10, 20, 30, 40 വർഷങ്ങളൊക്കെ ഒരു ജീവിതം ഞാൻ നയിച്ചു എന്ന് പറയുന്നതിനപ്പുറത്തോട്ട് എത്രത്തോളം ആഴമുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഉടമയായിട്ട് നമ്മൾ ഓരോരുത്തരും മാറി എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം ഞാൻ ആയിരിക്കുന്ന എൻ്റെ ഒരു ജീവിതാവസ്ഥയിൽ എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഈ വിശ്വാസത്തിൽ വാർത്തെടുക്കുവാനും ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു തക്കതായ ഒരു പാരമ്പര്യം, അല്ലെങ്കിൽ ഒരു മാതൃക എൻ്റെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങൾക്ക് കൊടുക്കുവാനും തമ്പുരാനിലേക്ക് അവരോരോരുത്തരെയും ചേർത്ത് പിടിക്കുവാനും നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് പരിശ്രമിക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.